അതുണ്ട്. അതായത് വേറെ രോഗം ഉണ്ടല്ലോ, ഐ മീൻ ഒരു കണ്ടീഷൻ BID അറിയുന്നത്, ബോഡി ഇന്റഗ്രിറ്റി ഡിസോർഡർ, അതായത് BID എന്ന് പറയുന്നത്. അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, അതായത് ബോഡി ഇന്റഗ്രിറ്റി രണ്ട് രീതി പറയും തോന്നുന്നുണ്ടല്ലേ, ഐഡന്റിറ്റി ഇന്റഗ്രിറ്റി ഡിസോർഡർ. അത് ഒരു ഡിസ്ഫോറിയ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ആ കണ്ടീഷൻ വരുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, പൂർണ്ണമായിട്ട് ഇപ്പം മാഷ് നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് നിങ്ങൾ ഫുള്ളി എല്ലാ ലിംസും നിങ്ങളത് വർക്കിംഗ് ആണ്, കൈ, കാല്, കണ്ണ്, എല്ലാ സെൻസറി ഓർഗൻസും, അത് നിങ്ങളുടെ ബോഡി ഫുള്ളി ഫങ്ഷണലാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, ഞാൻ ഇങ്ങനെയല്ല ഇനി ജനിക്കേണ്ടിയത്, എനിക്കൊരു കൈയില്ലാതെ, ഒരു കാലില്ലാതെ, ഒരു കണ്ണില്ലാതെ, എന്റെ ഏതെങ്കിലും ഒരു ഓർഗൻ പോയിട്ടാണ്, അതായത് ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ആയി ജനിക്കേണ്ട ആളായിരുന്നു. ഇങ്ങനെ തോന്നുന്ന ഇവർക്കുള്ള പരിഹാരം എന്താ ഇപ്പൊ ഇവര് നിർദ്ദേശിക്കുക? സ്വാഭാവികമായിട്ടും ഫീലിങ്സ് ആണല്ലോ. എന്റെ വലത് കൈ എന്റെ ശരീരത്തിന്റെ ഭാഗമല്ല, അത് എന്റെ ഒരു തോന്നലാണ്. പക്ഷെ അത് നേരെ വിരുദ്ധമായ ഒരു റിയാലിറ്റി ഇവിടെ കാണാൻ, എന്റെ വലത് കൈ എന്റെ ശരീരത്തിന്റെ തന്നെ ഭാഗമാണ്. ഇതേപോലെയാണ് ഇവിടെ ഉള്ള വിഷയം. അതായത് എന്റെ ശരീരം പൂർണ്ണമായി ആണിൻ്റെതാണ്, പക്ഷെ പെണ്ണായി തോന്നുന്നു. റിയാലിറ്റി ഇവിടെ ഉണ്ട്, ആണിന്റെ ശരീരം, തോന്നൽ ഇവിടെ ഉണ്ട്, പെണ്ണിന്റെ തോന്നൽ. ഇതേപോലെ റിയാലിറ്റി ഇവിടെ ഉണ്ട്, ഫുള്ളി ഫങ്ഷണലായ ബോഡി, പക്ഷെ തോന്നൽ വലത് കൈ എൻ്റെതല്ല. അപ്പോൾ ഇവിടെ ഇവര് ഡോക്ടേഴ്സിനെ സമീപിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ എൻ്റെ വലതേ കൈ, ഇത് എൻ്റെ കൈയല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല, നിങ്ങൾ ഇത് മുറിച്ചു മാറ്റണം, ആംബ്യൂട്ടേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുകയാണ്. അവിടെ ഡോക്ടേഴ്സ് എന്താ ചെയ്യുക, ആയിക്കോട്ടെ നിങ്ങൾക്ക് മുറിച്ചു തരാമെന്നാണോ. ഈവൻ ഇത് മുറിച്ചു കൊടുത്താൽ അവർക്ക് ചിലപ്പം ഹാപ്പിനെസ് കൂടും, കാരണം അവർക്ക് അവരുടെ ഐഡന്റിറ്റിയിലേക്ക് അവരെത്തിയല്ലോ. അപ്പോൾ നമ്മൾ പറയാം ഹാപ്പിനെസ് കൂടുന്നു പറഞ്ഞിട്ട് അത് മുറിച്ചു കൊടുക്കാൻ ആരെങ്കിലും പറയോ? ഇല്ല. അത് അതിനെ കുറിച്ച് ഞാൻ നോക്കി, അതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് കണ്ടെന്താ വെച്ചാൽ ഇവർക്ക് തെറാപ്പിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവർക്ക് അത് മാത്രമല്ല, പക്ഷെ ഒരു കേസ് ഉണ്ട്, അതായത് ജുവൽ ഷൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു പെണ്ണ്, ആ പെണ്ണിന് തോന്നി, ആ പെണ്ണ് എന്താണ്, ഞാൻ ഡിസേബിൾഡ് ആകേണ്ട ആളായിരുന്നു, ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ജനിക്കേണ്ട ആളായിരുന്നു. എന്നിട്ട് ഈ ഡ്രെയിൻ ക്ലീനർ ഇല്ലേ, നമ്മൾ ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യണ ഒരു ഡ്രെയിൻ ക്ലീനർ, അതായത് ആ പെണ്ണ് പറയുന്നത് എന്റെ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തെന്നാണ്. അത് കണ്ണിൽ വെച്ചിട്ട് ബ്ലൈൻഡായി ആ പെണ്ണ്. ജുവൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണ്, അത് ഇപ്പോഴും ഉണ്ട്, നെറ്റിലുണ്ട് ആ പെണ്ണ്. എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ നടക്കണത്, എനിക്ക് കണ്ണില്ല, ഞാൻ ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ ഹാപ്പിയാണോ? ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ ഹ്യൂമാനിറ്റിനോട് ചെയ്യണം എന്താണ്, ഒരു തരം ക്രൈമാണല്ലോ. റിയാലിറ്റിക്ക് വിരുദ്ധമായ തോന്നലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വളരെ കൃത്യം. അപ്പോൾ അവിടെയാണ് ഈ ജെൻഡറിന്റെ വിഷയം വരുന്നത്.